ബാങ്ക്വറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ധ്യാനത്തിലായിരിക്കാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന, അതുപോലെ ആത്മീയരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പഠിപ്പാൻ ആഗ്രഹിക്കുന്ന, പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. തിരുവചനത്തിൽ, പുതിയ നിയമത്തിൽ പ്രത്യേകാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വിലപ്പെട്ട കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ എന്തെല്ലാം ചെയ്യുന്നു, ഇത്യാദി കാര്യങ്ങളെല്ലാം നാം പലവരും കേട്ടിട്ടുള്ളതാണ്. എങ്കിലും നാം ഒന്നിച്ച് തുടർമാനമായി വീണ്ടും ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഉണർത്തപ്പെടുകയും ചില പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. നമുക്ക് ദൈവവചനങ്ങളിൽ ഒന്നിച്ച് ഏൽപ്പിക്കാം. പ്രൈസ് ഗോഡ്. പ്രത്യേകം ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവന് കൂടുതലായി വെളിപ്പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ദൈവവചനം പഠിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ പോലെ ദൈവകരങ്ങളായിരിക്കുന്നെങ്കിൽ കർത്താവിന് നമ്മോട് കൂടുതൽ ഇടപെടാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ സമ്പന്നന്മാരെ വ്യർത്ഥമായി അയച്ചു, അവൻ ദരിദ്രരെ നന്മകളാൽ നിറച്ചു. പ്രൈസ് ഗോഡ്. സോ ദാഹത്തോടെ ദൈവകരങ്ങൾ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഹായകൻ, കാര്യസ്ഥൻ എന്നൊക്കെയുള്ളൊരു പദം യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ അങ്ങനെ ഒരു പദം കാണുന്നില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആശ്വാസപ്രദൻ എന്ന് ഒക്കെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഇവിടെ ഈ കാര്യസ്ഥൻ എന്നുള്ള പദം, പാറക്കിലേത്ത എന്നുള്ള പദം കർത്താവ് ഓർപ്പിക്കുകയാണ്. കാര്യസ്ഥൻ. ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയേണ്ടുന്നൊരു കാര്യം, യേശുക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് മധ്യസ്ഥനാണ്. സ്വർഗത്തിൽ നമ്മുടെ കാര്യസ്ഥനായി മധ്യസ്ഥനായിരിക്കുന്നു, നമ്മെ സഹായിക്കുന്നു. ഭൂമിയിൽ നമ്മുടെ കാര്യസ്ഥൻ, നമ്മെ സഹായിപ്പാൻ കർത്താവ് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പം സ്വർഗത്തിൽ യേശുവും ഭൂമിയിൽ പരിശുദ്ധാത്മാവും നമ്മോടൊത്ത് വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ജനറോസിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. ദൈവത്തിൻ്റെ തിരുവചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം അളവ് കൂടാതെയല്ലോ ആത്മാവിനെ പകരുന്നത്. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഓർപ്പിച്ച ഒരു ദൈവവചന ഭാഗം നമുക്ക് ഏവർക്കും പരിചിതമാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാമത് വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, യേശുവിനെ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഒഴുകുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നദി പോലെ ഒഴുകുമെന്നാണ് കർത്താവ് പറയുന്നത്. അവിടെ പരിശുദ്ധാത്മാവിനെ പ്രതിപാദിച്ചിരിക്കുന്നത് ജീവജല നദിയായിട്ടാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ജീവൻ നദി പോലെ നമ്മിൽ നിന്ന് ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഈ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ നിന്ന് നിരന്തരം ജീവൻ ഒഴുകുകയാണ്. എങ്ങനെ? അവരുടെ സംസാരത്തിലൂടെ, അവരുടെ നോട്ടത്തിലൂടെ, അവരുടെ സ്പർശനത്തിലൂടെ, അവരുടെ ശബ്ദത്തിലൂടെ ഒക്കെ
ദൈവത്തിൻ്റെ ജീവൻ ആണ് വെളിപ്പെടുന്നതെന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അനുഭവിച്ച ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ജീവജലത്തിൻ്റെ ഉറവയാണ്. പ്രൈസ് ഗോഡ്. ആ ഉറവ ചുമന്നുകൊണ്ട് നടക്കുന്നവരല്ല നാം, അത് മറ്റുള്ളവരുടെ മേൽ പകരുന്നവരാണ്. ആമേൻ. അപ്പോൾ നമ്മിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവ് അനേകരുടെ വരൾച്ച, അനേകരുടെ ദാഹത്തെ തീർക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 16:7, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനമാണ്, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ആമേൻ. അവൻ എന്നുള്ള പദമാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. പരിശുദ്ധാത്മ ശക്തിയല്ല, അതൊരു വ്യക്തിയാണ്. എന്നിട്ട് അടുത്ത വാക്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അതിങ്ങനെയാണ് പറയുന്നത്, അവൻ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആർക്ക് ബോധം വരുത്തും? ലോകത്തിന് ബോധം വരുത്തും. നിങ്ങൾ ഈ വാക്യം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ലോകത്തിലുള്ളവരല്ല. ഇതേ പുസ്തകത്തിൻ്റെ ഇതേ അധ്യായത്തിലും അടുത്ത അധ്യായത്തിലും യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ലോകക്കാരല്ല, നിങ്ങൾ ലോകത്തിലുള്ളവരല്ല. ആമേൻ. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്നാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ അടുത്ത വാക്യത്തിൽ കർത്താവ് വീണ്ടും പറയുന്നു, എന്നാൽ അവൻ നിങ്ങളെയോ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ. ആ വാക്യം താഴേക്ക് ഇപ്രകാരം പറയുന്നു, അവനൊന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഇനി അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് അടുത്ത ഭാഗം മനഃപൂർവ്വം വിട്ട് കളയാറുണ്ട്. ചിലപ്പോൾ നാം നമുക്കിഷ്ടമുള്ളത് മാത്രം വായിച്ചിട്ട് മറ്റു ചില ഭേദഭാഗങ്ങൾ നമ്മൾ വിട്ടുകളയാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ ദൈവവചനം വായിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് മുഴുവൻ വായിക്കണം. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് ഒരുപക്ഷെ ദൈവവചനം എന്തു പറഞ്ഞിരിക്കുന്നോ അതിനും എതിരായുള്ള ചില അർത്ഥതലങ്ങളായിരിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പാപം. അടുത്ത വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും. ആര്? ലോകക്കാര്. എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ചും. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. പരിശുദ്ധാത്മാവ് വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആരിലൂടെ? നമ്മിലൂടെ. പ്രൈസ് ഗോഡ്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മിലൂടെ ലോകത്തിന് ബോധം വരുത്തും. എന്ത്? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നത് പോലും നമ്മിലൂടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്താനാ. നമുക്ക് ബോധം വരുത്താനെന്നല്ല എഴുതിയിരിക്കുന്നത്, ലോകത്തിന് ബോധം വരുത്തുവാൻ നമ്മെ ഉപയോഗിക്കും ദൈവം. ഇതിൻ്റെ പേരാ സുവിശേഷം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നിട്ട് നാം ആത്മപൂരിതരായി സുവിശേഷം പറയുമ്പോൾ 3 കാര്യമാണ് നമ്മൾ പറയാറുള്ളത്. 1 പാപം, 2 നീതി, 3 ന്യായവിധി. ഒന്നാമത്തെ മനുഷ്യൻ പാപിയാണ്. രണ്ടാമത്തത് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ കഴിയും. 3 രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ന്യായവിധിയിലാകും. ഈ 3 കാര്യം ഈ വലിയ നിർമ്മല സുവിശേഷം നമ്മിലൂടെ അറിയിക്കുമെന്ന കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ പാപത്തെക്കുറിച്ച്, ആമേൻ, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും എന്ന് പറഞ്ഞിട്ട് വീണ്ടും കർത്താവ് പറയുന്നു, അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇവിടെ കർത്താവ് അടുത്തൊരു വാക്യത്തിൽ അവരോട് പറയുന്നു, ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. പ്രൈസ് ഗോഡ്. അപ്പോൾ 3 കാര്യം കർത്താവ് അവിടെ പറഞ്ഞു കേട്ടോ. 1 പാപത്തെക്കുറിച്ച്,
ആമേൻ. 2 നീതിയെക്കുറിച്ച്, 3 ന്യായവിധിയെക്കുറിച്ച്. എന്താ പാപം? യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിക്കായകൊണ്ട് പാപം. ആമേൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ നിരസിച്ചു എന്നുള്ള പാപം ഒഴികെ മറ്റെല്ലാ പാപങ്ങൾക്ക് വേണ്ടിയും യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തിൽ ഒരു മനുഷ്യൻ ചെയ്യാവുന്ന സകല പാപങ്ങൾക്കും വേണ്ടിയും യേശു ക്രിസ്തു മരിച്ചു. പക്ഷെ ഒരു പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു മരിച്ചിട്ടില്ല. അതാണ് യേശുവിനെ തിരസ്കരിക്കുക എന്നുള്ള പാപം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദൈവപൈതലിൽ വന്നിട്ട് ഈ പാപത്തെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ നീതിയെക്കുറിച്ച്. കർത്താവായ യേശു ക്രിസ്തു ഉയരത്തിലേക്ക് പോയി. പ്രൈസ് ഗോഡ്. അവൻ ഭൂമിയിൽ എങ്ങനെ നടന്നോ ഔവണ്ണം നടക്കണമെന്നുള്ളതിനെക്കുറിച്ച്. ഇനി സ്വർഗീയ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയ യേശു അവിടെ നമ്മുടെ വീണ്ടെടുപ്പ് നിവർത്തിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ഓർപ്പിക്കും. 3 ന്യായവിധിയെക്കുറിച്ച്. എന്താണ്? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കയാൽ ന്യായവിധിയെക്കുറിച്ച് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ വാക്യം വളരെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ ന്യായം വിധിച്ചില്ല. ആദം മുതൽ ഇങ്ങോട്ടുള്ള ഒരു മനുഷ്യനെയും ദൈവം ന്യായം വിധിച്ചില്ല. മറിച്ച് ദൈവം ന്യായം വിധിച്ചത് ഒരു മനുഷ്യനെ അല്ല, മനുഷ്യൻ ഇടർച്ച വരുത്തിയ ലോകത്തിൻ്റെ പ്രഭുവിനെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധി മനുഷ്യന് വേണ്ടിയുള്ളതല്ല, മറിച്ച് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ വെച്ച് വഞ്ചിച്ച പിശാചിനെ മാത്രമാണ് യേശു ക്രിസ്തു കാൽവറിയിൽ ന്യായം വിധിച്ചത്. പ്രൈസ് ഗോഡ്. എന്നാൽ ഏറ്റുപറയുന്ന, സ്വന്തം പാപത്തെ ഏറ്റുപറയുന്ന ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം പദ്ധതിയിട്ടു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്നുള്ളതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. യേശുവിൽ വിശ്വസിക്കാത്തത് പാപമാണ്. 2, കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് വീണ്ടും മടങ്ങി വരും നീതിയോടെ ഇവിടെ ജീവിക്കുന്നവരെ ചേർക്കാൻ. 3, യേശു കർത്താവ് കാൽവറിയിൽ ക്രൂശിൽ സാത്താനെ എന്നേക്കുമായി തകർത്തു. ഒരു മനുഷ്യനെ പോലും ന്യായം വിധിച്ചില്ല. പിശാചിനെ അഥവാ ലോകത്തിൻ്റെ പ്രഭുവിനെ മാത്രമാണ് ന്യായം വിധിച്ചത്. പ്രൈസ് ഗോഡ്. ഈ കാര്യം ഭൂമിയിൽ എല്ലാവരെയും അറിയിക്കാൻ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരുന്നു. അതുകൊണ്ട് ഈ ആത്മനിറവ് പ്രാപിച്ചവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ സുവിശേഷ വേല ചെയ്യുവാൻ ബാധ്യസ്ഥരാ. ഓരോ വിശ്വാസിയും സുവിശേഷ വേല ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ നാളിൽ പരപ്രേരണയില്ലാതെ, നിർബന്ധത്താലല്ലാതെ നാം അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവിനെ നമുക്കിടയാക്കട്ടെ. നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്തുതിക്കുന്നു. ഇനിയും യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഇപ്രകാരം ഓർപ്പിച്ചു. ആമേൻ. വിശ്വസിക്കുന്നവരുടെ മേലെല്ലാം ദൈവം പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ പകരുമെന്ന് മുമ്പ് നമ്മളത് ഓർത്തു. ഞാൻ ഈ വാക്യം ഓർപ്പിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ദൈവസാന്നിധ്യവും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അളവ് അനുഭവിച്ചിട്ടുണ്ടോ? ഒരു പരിധിയിൽ കൂടുതൽ. പലപ്പോഴും നാം ഒരു മാനുഷിക പരിധിയിൽ ദൈവത്തെ ഒതുക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപനം നമ്മുടെ സഭകളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും തടസ്സപ്പെടുന്നത്. എന്നാൽ അളവ് കൂടാതെ നൽകാം എന്ന് കർത്താവ് പറയുമ്പോൾ ആ നിസ്സീമമായ അല്ലെങ്കിൽ അതിരുകളില്ലാത്ത ഒരളവിൽ അത് പകരപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ഗോഡ്. നമ്മളൊക്കെ ഈ ബീച്ചിലൊക്കെ പോയവരും കടലിലൂടെ സഞ്ചരിച്ചവരും ഒക്കെയാണ്. ഞാൻ ഒരിക്കലും ഒരു 40 വർഷത്തോളം കടലിനോട് ഇടപെട്ട, തിരകളോടൊക്കെ ഇടപെട്ട ഒരു മനുഷ്യനെ കണ്ടു. ഒരു മുക്കുവനായ മനുഷ്യനാണ്. അപ്പം അദ്ദേഹവും എന്നോട് പറഞ്ഞു, ഈ കടലിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി അറിയാം മറ്റുള്ളവരെക്കാൾ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ഇതിന് 1 കിലോമീറ്റർ ആഴത്തിൽ പോയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, ഒരിക്കലുമില്ല, ഞാനങ്ങനെ പോയിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞു 3-4 മീറ്റർ താഴെ പോലും ഞാൻ പോയിട്ടില്ല. പ്രൈസ് ഗോഡ്. ഈ പലപ്പോഴും 40 വർഷം കടലുമായിട്ട് അദ്ദേഹത്തിന് പരിചയമുണ്ടെങ്കിലും കിലോമീറ്ററുകൾ കണക്കിന് ആഴമുള്ള കടലിൻ്റെ 1 കിലോമീറ്റർ ആഴത്തിലേക്ക് അദ്ദേഹം പോയിട്ടേ ഇല്ല. എന്നിട്ടും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് കടലിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന. ഇതുപോലെയാണ് ഈ പലപ്പോഴും ഈ പരിശുദ്ധാത്മാവിനെ അറിയാമെന്നൊക്കെ പറയുന്ന നാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഴങ്ങളെ പലപ്പോഴും തിരിച്ചറിയാറില്ല. ആമേൻ. എന്നാൽ ഒരു പരിധിക്കപ്പുറത്ത്
തൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തി ഈ തിരുവചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആത്മപൂർണ്ണത അനുഭവിക്കും. പ്രൈസ് ഗോഡ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി സഹകരിച്ചുള്ള ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമ്മുടെ മേലൊരു വിശുദ്ധീകരണം നടക്കത്തുള്ളൂ. ഈ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള ആ പദത്തിന് ബൈബിൾ കൊടുക്കുന്ന അർത്ഥം തന്നെ നമ്മുടെ സ്ഥായിയായ സ്വഭാവം മാറി നിരന്തരമായി പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നാം നടക്കുമ്പോൾ നമ്മുടേതായ സ്ഥായിയായ സ്വഭാവം മാറിയിട്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ രൂപാന്തരപ്പെടുകയാണ്. ഇതിൻ്റെ പേരാണ് വിശുദ്ധീകരണം. ഇതിനായിട്ടാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ ആരാധനാ യോഗങ്ങളിലും പ്രാർത്ഥനകളിലും ഒന്നും പരിശുദ്ധാത്മാവിനെ പരിമിതപ്പെടുത്തരുത്. കേവലം കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി മാത്രം പരിശുദ്ധാത്മ സാന്നിധ്യത്തെ ഉപയോഗിക്കരുത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത വിശുദ്ധിയും അതുപോലെ നമ്മുടെ സ്വഭാവ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവിൻ്റെ സഹായം നാം ചോദിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. തിരുവചനം പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ അഥവാ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണ്. അത് കേവലം പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. പ്രൈസ് ഗോഡ്. സോ ഇവിടെ കർത്താവ് ഇപ്രകാരം ഓർപ്പിക്കുന്നു, ഈ കാര്യസ്ഥൻ നിങ്ങളോട് സകലതും ഉപദേശിച്ചു തരും. മാത്രമല്ല, ആമേൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആമേൻ ദൈവവചനത്തെ നിങ്ങളെ ഓർക്കുമാറാക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ തിരുവചനമൊക്കെ ഓർക്കുവാൻ, ആമേൻ, തിരുവചനത്തെ റൈറ്റ് ടൈമിൽ ഉപയോഗിക്കുവാൻ ഒക്കെ പ്രാപ്തമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ മാത്രമാണ്. പ്രൈസ് ഗോഡ്. ഈ ഒരു ദൈവമനുഷ്യൻ എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ദൈവവചനം മാത്രമാണ് ആയുധവും ആധാരവുമാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കാര്യത്തിൽ ഈ തിരുവചനം ഉണ്ടെങ്കിൽ, ബൈബിൾ ഉണ്ടെങ്കിൽ, ഈ ബൈബിളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് തുറകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാലും അതിന് വേണ്ടുന്ന ഒരു ദൈവവചനം ഈ തിരുവചനത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അത് കണ്ടെത്തി അതിനെ ഭക്ഷിപ്പാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് ഇടയാക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനിയും ഈ ഹോളി സ്പിരിറ്റ് നമ്മുടെ മേൽ വന്നാൽ എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്? അതിൽ ഒന്നാമത്തെ കാര്യം നാം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചിന്തിച്ചു. അതാണ് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ മുതൽ ഞാൻ ഈ ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെ മകനാണ്. ആ മകൻ എന്നുള്ള പദത്തിന്, അല്ലെങ്കിൽ ദൈവമക്കൾ എന്നുള്ള പദത്തിന് ടെക്നോസ് എന്നൊരു പദമാണ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. ടെക്നോസ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരമുള്ള പുത്രൻ തന്നെയാണ് അർത്ഥം. ടെക്നോസ്. നമ്മളെല്ലാം യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ടെക്നോസ് ആകാനാണ് ദൈവം കൃപ കൊടുത്തിരിക്കുന്നത്. ആമേൻ. നിയമപ്രകാരമുള്ള പിള്ളേരാണ് നമ്മൾ. സ്തോത്രം. ഇത് പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുന്നതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുക. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ തിരുവചനം എന്താ, ആമേൻ, അത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എഫെസ്യ ലേഖനം നമ്മോട് പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ നാൾ വരെ മുദ്ര വെച്ചിരിക്കുക, അഥവാ സീൽ ചെയ്തിരിക്കുക. ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഈ വാക്യത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പലർക്കും ഈ വാക്യത്തിൻ്റെ അർത്ഥം അറിയുകയില്ല. വീണ്ടെടുപ്പ് നാളിലേക്ക് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടുന്ന ആ നാൾ, കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്ന ആ ദിവസം വരെയും നമ്മെ സീൽ ചെയ്തിരിക്കുകയാണ്. സാത്താന്യമായ സകലത്തിൽ നിന്നും, ദൈവിക പദ്ധതിയല്ലാത്ത സകലത്തിൽ നിന്നും നമ്മളെ സുരക്ഷിതമാക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്തിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ തിരിച്ചറിവിൽ നാം ആ തിരിച്ചറിവിനെ ഉപയോഗിക്കാറുമില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ദൈവാത്മ നിറവുള്ള ഒരു വ്യക്തിയെങ്കിൽ, നിങ്ങൾ ദൈവാത്മാവിനാൽ സീൽ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ,
ആ ദൈവാത്മാവിൻ്റെ മുദ്ര നിങ്ങളുടെ ജീവിതത്തിൽ സാത്താന്യമായ സകല എതിരുകൾക്കകത്തു നിന്നും നിങ്ങളെ സൂക്ഷിക്കും. അഥവാ പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ചവൻ സുരക്ഷിതനാണ്. അവൻ്റെ ജീവിതം ഭദ്രമാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ദൈവാത്മാവിനാൽ മുദ്ര വെച്ച ആ സംരക്ഷണത്തെക്കുറിച്ച് നന്നായി ധ്യാനിക്കുക, അത് മനസ്സിലാക്കുക. പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒന്നാണ് അകാരണമായ ഭയങ്ങൾ. എല്ലാ ഭയവും പൈശാചികമാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ദൈവ ഭയം ഒഴികെ. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തെ ഭയക്കുന്ന ഒരുവന് മറ്റൊന്നിനെയും ഭയക്കേണ്ടുന്നില്ല. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മരണത്തെയോ മാരക രോഗങ്ങളെയോ തകർച്ചകളെയോ ഇനി വരുവാൻ പോകുന്ന ചില വിപത്തുകളെയോ പെട്ടെന്നുണ്ടാകുന്ന അത്യാഹിതങ്ങളെയോ എന്തിനെയെങ്കിലുമൊക്കെ ഭയപ്പെടുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ ഭയങ്ങൾ തികച്ചും പൈശാചികമാണ്. പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വലിയൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. നാം പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മൾ മുദ്രിതരാണ്. നമ്മെ അകാരണമായി തൊടുവാനോ സമയത്തിന് മുമ്പ് നമ്മുടെ പ്രാണനെ എടുക്കുവാനോ ഒന്നും പൈശാചികമായി യാതൊന്നിനും കഴിയാത്തവണ്ണം നാം പരിശുദ്ധാത്മാവിൽ മുദ്രിതരാണ് എന്നുള്ള ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. പലപ്പോഴും ആത്മനിറവുള്ള അനേക പ്രിയപ്പെട്ടവർക്കും ഈ തിരിച്ചറിവുകളില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരിജ്ഞാനമില്ലായ്ക കൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകും. പ്രൈസ് ഗോഡ്. അപ്പം നമ്മെക്കുറിച്ചുള്ള ദൈവിക കരുതൽ, നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉത്തരവാദിത്വം, ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, നമുക്ക് അതോർത്ത് ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ തിരുവചനം 91-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ പൊതിയും, അഥവാ സംരക്ഷിക്കും, അഥവാ മറയ്ക്കും. പ്രൈസ് ഗോഡ്. ഈ തൂവല് കൊണ്ടൊക്കെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് തള്ളപ്പക്ഷിയാണ്. പ്രൈസ് ഗോഡ്. എന്നുകൂടി പറഞ്ഞ, ദൈവം ഒരു അമ്മ കുഞ്ഞുങ്ങളുടെ മേൽ പൊരുന്നിരിക്കുന്നത് പോലെ നമുക്ക് മീതെ തൻ്റെ സാന്നിധ്യവുമായി പൊരുന്നിരിക്കും. ആമേൻ. സോ പരിശുദ്ധാത്മാവിൻ്റെ ആ മുദ്ര നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്നു. നാം സുരക്ഷിതരാണ് എന്നുള്ള തിരിച്ചറിവിനാൽ നമുക്ക് ഇന്നത്തെ ഈ വേദ ധ്യാനം അവസാനിപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ഗോഡ്. കണ്ണുകടയ്ക്കാം. കർത്താവേ, ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളൊരു പുതിയ വെളിപ്പാട്, ഞങ്ങൾ കർത്താവിൻ്റെ വരവ് വരെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ മുദ്ര പൊട്ടിച്ച് ഞങ്ങളെ മറ്റൊന്നും ചെയ്യുവാൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവ് രോഗത്തിനാകട്ടെ, പൈശാചിക തലങ്ങൾക്കാകട്ടെ, വാഴ്ചകൾക്കാകട്ടെ, അധികാരങ്ങൾക്കാകട്ടെ, ഇപ്പോഴുള്ളതിനാകട്ടെ, വരുവാനുള്ളതിനാകട്ടെ, യാതൊന്നിനും ഞങ്ങൾക്കൊരു ദോഷവും വരുത്തുവാൻ കഴിയാത്തതുപോലെ ആത്മാവിൽ ഞങ്ങളെ മുദ്രിതരാക്കിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവിക സംരക്ഷണത്തെ നന്നായി തിരിച്ചറിഞ്ഞ് അതിനെ ധ്യാനിച്ച് ആ സംരക്ഷണം ഉറപ്പാക്കുവാൻ, വിശ്വാസ ജീവിതത്തിൽ ഭയം കൂടാതെ ഓടുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ.